ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ നസ്രേത്തുകാരൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ സ്നേഹവന്ദനങ്ങളെ ഈ രാത്രി സമയം അറിയിച്ചു കൊള്ളുന്നു. ഈ രാത്രി അല്പനേര ചിന്തയ്ക്കായി വായിക്കുവാനായി തിരഞ്ഞെടുത്ത ഒരു വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഈ രാത്രികാലം വായിച്ച് കേട്ട തിരുവചനങ്ങളാണ്. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ഇവിടെ ഭക്തനായ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ രാത്രികാലം നാം വായിച്ച് കേൾക്കപ്പെടുവാനിടയായത്. ഇവിടെ ഭക്തനായ ദാവീദ് ഇപ്രകാരം പറയുകയാണ്: ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഈ രാത്രികാലം എത്ര ദൈവമക്കൾക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല, ഞാൻ ഭയപ്പെട്ടു പോകുകയില്ല. ഈ രാത്രികാലം എത്ര പേർക്ക് ഭക്തനായ ദാവീദ് പറയുന്നത് പോലെ പറയുവാൻ സാധിക്കും? ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ നാം വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരം നാം ജീവിക്കുന്ന വ്യക്തിജീവിതമാണെന്നുണ്ടെങ്കിൽ, ഈ രാത്രികാലം നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ പ്രതിസന്ധിയാകുന്ന മണ്ഡലങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന് നടുവിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മെ വിടുവിച്ച് പുറത്തെടുക്കുവാനിടയാകും. നമ്മുടെ ആവശ്യം നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാനിടയും. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്: ഞാൻ എൻ്റെ യഹോവയായ ദൈവത്തെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ആനന്ദിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഏത് തലത്തിലും പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഏത് തലത്തിലും പ്രതിസന്ധികൾ കടന്നു വരട്ടെ, അതിനോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം അവയൊന്നും നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നതല്ല. 91 സങ്കീർത്തനം നാം പഠിക്കപ്പെടുമ്പോൾ അവിടെ കാണപ്പെടുന്ന രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ, അതൊക്കെ നിൻ്റെ നേരെ കടന്നു വന്നാലും അവിടെ എന്ത് സംഭവിക്കുമെന്നാണ് 91 സങ്കീർത്തനത്തിനകത്തുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവയെല്ലാം നിൻ്റെ മുമ്പിൽ 1000 നിൻ്റെ വലത്തുഭാഗത്ത് 10,000 വെട്ടേറ്റ് വിടും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ഭക്തനായ ദാവീദ് പറയുന്നതും അത് തന്നെയാണ്. കാരണം എൻ്റെ ദൈവമായ യഹോവ ഞാൻ എൻ്റെ മുമ്പിലാണ് വച്ചിരിക്കുന്നത്, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങില്ല. ഈ രാത്രികാലം ഭക്തനായ ദാവീദിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ നമ്മുടെ ഭവനത്തിൻ്റെ നായകനെ ക്രിസ്തുയേശുവിനെ മുമ്പിൽ കണ്ടും കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ സന്നിധി വിശുദ്ധിയോടും വേർപാടോടും നിൽക്കപ്പെടുമ്പോൾ ഭക്തനായ ദാവീദിനോട് ഈ രാത്രികാലം നമുക്കും പറയുവാൻ സാധിക്കും: നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ശത്രുവായ പിശാചി തിരമാലകൾ എന്നതുപോലെ, കൊടുങ്കാറ്റുകൾ എന്നതുപോലെ എന്ത് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ എനിക്ക് വിരുദ്ധമായി, എൻ്റെ കുടുംബതലത്തിന് വിരുദ്ധമായി ഉയർത്തിവിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെ വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർവശക്തന ദൈവം അസകലവിധമാകുന്ന പ്രതികൂലത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് എന്നെ വിടുവെച്ച് പുറത്തെടുക്കുവാനിടയാകും. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ദൈവത്തോടു കൂടെയാണ് നീ വസിക്കുന്നതെങ്കിൽ, ദൈവത്തോടു കൂടെയാണ് നീ സ്തോത്രം വസിക്കുന്നതെങ്കിൽ, ഈ രാത്രികാലം നിൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലുകളും നീ ഭാരപ്പെടുന്ന നടുവിൽ വലിയൊരു സൗഖ്യം നിൻ്റെ മേൽ പകർന്ന് നിന്നെ പുറത്തെടുക്കുവാൻ സൈനികരുടെ ദൈവമായ യഹോവ ശക്തനെ നീ രാത്രികാലം നീ മറന്നു പോകരുത്. ആകയാൽ ജീവിതത്തിൻ്റെ അകത്തടങ്ങളിൽ ദൈവത്തിന് നീ മുഖ്യസ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധി നീ മുഴക്കാലം അടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയപ്പെടുന്ന അനുഭവം നിൻ്റെ ജീവിതത്തില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധി താഴ്ന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ,
ഈ രാത്രിക്കാലം നീ മടങ്ങി വാ, ദൈവത്തോട് കുറവുകൾ ഏറ്റുപറഹ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. നിൻ്റെ സകല ആവശ്യങ്ങൾ നടുവിലും സർവശക്തൻ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു. നിനക്ക് വിരോധമായി ശത്രുവായി പിശാച് പാളയമടിച്ച് നിന്നെ ഞെരുക്കുന്ന ഞെരുക്കങ്ങളൊക്കെ യേശു കർത്താവ് എടുത്തു മാറ്റി വലിയൊരു വിടുതലുകളും വലിയൊരു അത്ഭുതമാകുന്ന മാറ്റങ്ങളും നിൻ്റെ ജീവിതത്തിൽ പകർന്ന് നിന്നെ സഹായിപ്പാനും രക്ഷിപ്പാനും സർവശക്തനെ യേശു കർത്താവ് ശക്തനത്രേ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, മടങ്ങി വാ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രികാലം നിന്നെ വിളിക്കുക. ഈ രാത്രികാലം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായ സ്തോത്രം. ഈ രാത്രി കാലം കേൾപ്പിക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മക്കൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം അവിടെ മേൽ അധികമായി പകർന്ന് ഞങ്ങളുടെ മക്കൾ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന സകല വിഷയത്തിനു നടുവിൽ വിടുതലയച്ചു സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുവാനും കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വിരുദ്ധമായി കടന്നു വരപ്പെടുന്ന സകല പ്രതികൂലമാകുന്ന സാഹചര്യത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വിടുതല കൊടുത്ത് അവരെ മാനിപ്പാനും കർത്താവെ അവർ ഭാരപ്പെടുന്ന വിഷയത്തടവിൽ വലിയ സൗഖ്യം അവരെ മേൽ പകർന്നു കർത്താവ് അവരെ അനുഗ്രഹിപ്പാനും ഈ രാത്രികാലം യേശുവേ അങ്ങയുടെ നാമത്തിൽ എളിവൻ യാചകൻ. ഈ രാത്രികാലം എൻ്റെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എളിവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും അങ്ങോട്ട് സാന്നിധ്യം കൊണ്ടിരിക്കും. മകത്വം അങ്ങോട്ട് ഒരു ദോഷത്തട്ടാണ് അങ്ങയുടെ മക്കളെ കാക്കും. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.